അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതേപോലത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് ചാനലിൽ കണ്ടിട്ടുള്ള മാതിരി ഞാൻ ഇതുവരെ ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചക്കയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ചെയ്യാൻ ഒരുപാട് പ്ലാൻ ഉണ്ട്. അത് നമ്മുടെ ഫോണിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ അത്രയ്ക്കും ഒരു നല്ല ഫോണല്ല. ഉള്ള ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ ഇട്ടിട്ട് വന്ന ചക്കയാണ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഏറ്റെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ ഒരു ചക്ക നമ്മളിവിടെ നമ്മുടെ തട്ടിലെത്തിച്ചിട്ടുണ്ട്. 2-3 ചക്ക ഉണ്ടായിരുന്നു, ബാക്കി നമ്മൾ തട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെയിറ്റ് കൂടുതൽ കാരണം നമുക്ക് തൂക്കം കാണിക്കാൻ എന്റെ പ്രാവശ്യം 40 കിലോയുടെ പ്രാവശ്യം ഉണ്ട്. അതുകൊണ്ടാണ് തൂക്കം കാണിക്കാത്തത്. കാരണം തൂക്കി നോക്കിയപ്പോൾ അതിലും മേലുള്ള വെയിറ്റ് ഉണ്ട്. 38 കിലോ വരെയാണ് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ 42 കിലോ വെയിറ്റ് ഉള്ള ഒരു ചക്കയാണ്. അടിപൊളി. കട്ട് ചെയ്തു കണ്ടില്ലേ? നല്ല അടിപൊളി സാധനമാണ്. ചിലവർക്ക് പരാതിയും കാര്യങ്ങളും ഉണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി ഉള്ളത് കൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മാക്സിമം നമ്മളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഉള്ള സമയത്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ പുതിയ ചാനൽ തുടങ്ങിയ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഇങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അത് മുന്നോട്ട് പോകില്ല. ഇത് നമ്മളിതിപ്പോ ഈ ലൈവായിട്ട് കാണിക്കുന്ന കാരണം വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ഷോർട്ട് വീഡിയോസ് നിറയെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഇത് ലോങ് വീഡിയോ ഒക്കെ ചെയ്തില്ല എന്നൊക്കെ ഒരു ചോദ്യം വന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് പോകുന്നതും വരുന്നതും എടുക്കുന്നതും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം അതിനുള്ളൊരു സപ്പോർട്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ. കാരണം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിനൊക്കെ വീഡിയോ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ രീതിയിൽ ചക്ക ഇടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രയും ക്ലാരിറ്റി പോരാ എന്നുള്ളൊരു ഇത് എനിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ അതിന്റെ ഒരു സംഭവം ചെയ്യാത്തത്. തീർച്ചയായിട്ടും ഞാൻ ഉടനെ തന്നെ അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തും. പിന്നെ നമ്മുടെ ജീവിതമാർഗം മുട്ടാതിരിക്കാൻ ഇപ്പൊ നമുക്കിപ്പോ തുടർന്ന് പോയിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അടിപൊളിയാണ്, വീഡിയോസ് ഒക്കെ പൊളിയാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം ഇത് കറക്റ്റ് പൂർണ്ണതയിലായിട്ടില്ലെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതിന്റെ പേരിലാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് പല കാഴ്ചകൾ നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കുന്നതായിരിക്കും. പിന്നെ അങ്ങോട്ട് മാറ്റിച്ചു നമ്മളെ പയ്യനാണ്, അവൻ തന്നെയാണ് കയറുന്നത്, ഞാനാണ് ഇറക്കുന്നത്. അല്ലല്ലേ? രാവിലെ എനിക്കിപ്പോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ഉള്ളത് അവനാണല്ലോ. കാരണം എന്റെ കൂട്ടത്തിൽ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളാണ്. ബിസിനസ് പരമായിട്ട്, അതായത് നമ്മുടെ കച്ചവടപരമായിട്ട് ഞങ്ങൾ 2 അരി ഇതിന്നാണ് നടക്കുന്നത്. നമ്മുടെ കഞ്ഞൂടി മുട്ടാതെ ഈ മഴയത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് ചക്ക എടുക്കും. കൊണ്ടുപോകുന്നവർക്ക് ഇനി പോകുന്നവര് വീണ്ടും വരണമെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ അത്രയും മാക്സിമം നോക്കി ചെക്ക് ചെയ്യും. ഇതല്ല, അതിന് ചക്കക്കുരുവാണ്. അത് ഇത് കാണിക്കാൻ വേറൊന്നും കൊണ്ടല്ല. പലവരും പറയാറുണ്ട്, അതായത് അൺസീസൺ ടൈം ആയിട്ടുണ്ട്, ചക്കയെല്ലാം വിളഞ്ഞ് വിത്ത് പൊട്ടിയിട്ടുണ്ടാവും, ചക്കക്കുരുവിന്റെ വിത്ത് പൊട്ടിയിട്ടുണ്ടാവും, കിളത്തിട്ടുണ്ടാവും, ചക്ക ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തന്നത്. അതിന്റെ ചക്കക്കുരു കണ്ടില്ലേ? നല്ല ഫ്രഷ് സാധനമാണ്, ഒരു കുഴപ്പമില്ല. തിന്ന് നോക്കിയിട്ടാണ് ഇവിടെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മളത് മുന്നോട്ട് അത് ശരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ ഒരു ചെറിയ പരിമിതിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തട്ടൽ ചെറുതാണ്, ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അത് എല്ലാം തരണം ചെയ്യണം.